60 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ ഡേ 1 ആണ് ഇന്ന് കേട്ടോ. നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 68.5 ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതങ്ങനെയൊന്നും ആയിരുന്നില്ല. യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമായിരുന്നു. 69.35 ആണ് എൻ്റെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് കേട്ടോ. പിന്നെ നിങ്ങളും ഇതേപോലെ എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കമന്റ് ചെയ്ത് പറയണേ. എൻ്റെ ഈറ്റിംഗ് വിൻഡോ രാവിലെ 10 മണി തൊട്ട് ഈവനിങ് 6 മണി വരെയാണ്. അപ്പം ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തത് 3 ഫുൾ മുട്ട, അതിൽ ഒരെണ്ണത്തിൻ്റെ മാത്രമാണ് എഗ് യോക്ക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഇഡ്ഡലി, കുറച്ച് ടൊമാറ്റോ ചട്നി. ആക്ച്വലി ഈ എഗ് വൈറ്റും ടൊമാറ്റോ ചട്നി നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് ഞാൻ ഇന്നാട്ടോ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ജിമ്മിലേക്ക് പോയി വർക്കൗട്ട് ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഹെവി വർക്കൗട്ട്സ് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒന്നും പറ്റത്തില്ല, അപ്പോൾ കാർഡിയോ മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ട് ഒരു പ്രോട്ടീൻ സ്മൂത്തി എന്ന് പറയാൻ പറ്റില്ല, വെറും പ്രോട്ടീൻ പൗഡറും വെള്ളം മാത്രമേ ഉള്ളൂ, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നുറുക്ക് ഗോതമ്പില്ലേ, ബ്രോക്കൺ വീറ്റ്, അതായിരുന്നു. അത് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കിളിമീൻ എന്താ പറയുക കറി അതുണ്ടായിരുന്നു കേട്ടോ, തക്കാളിയൊക്കെ ഇട്ട് വെച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ കുറച്ചധികം സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫുൾ ക്യുക്കമ്പർ ഉണ്ട്, ഫുൾ ക്യാരറ്റ് ഉണ്ട്, ഒരു ഫുൾ ടൊമാറ്റോ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പം എനിക്ക് സാധാരണ തോന്നാറുള്ളതാണ് ഈ ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്വീറ്റ് ക്രേവിങ്സ്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ചെറിയ അളവിൽ മാംഗോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്വീറ്റ് ക്രേവിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലഞ്ച് കഴിഞ്ഞിട്ട്, അതായത് ഒരു ബാലൻസ്ഡ് മീൽ കഴിഞ്ഞതിന് ശേഷം അത് കഴിക്കാൻ ശ്രമിക്കാം. ഒരു 4-4:30 ആയപ്പോൾ ഞാൻ ചായ കുടിച്ചു. ഇതിൽ മധുരം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഹാഫ് ഗ്ലാസ് ചായയാണ് കേട്ടോ കുടിച്ചത്. ഇപ്പോൾ ഷുഗർ ലെസ് ചായ ആയിരുന്നെങ്കിൽ ഞാനിതൊരു ഫുൾ ഗ്ലാസ് എടുത്തേനെ. അപ്പോൾ അങ്ങനെ നമ്മൾ അളവിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വെയിറ്റ് ലോസ് ഒക്കെ അടിപൊളിയാവും. പിന്നെ ഡിന്നർ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളക്കടലയില്ലേ അതുണ്ട്, ഇതിൽ കോൺ ഉണ്ട്, ബ്രൊക്കോലി ഉണ്ട്, പിന്നെ ടൊമാറ്റോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ ഇട്ടിട്ടുള്ള അടിപൊളിയായിരുന്നു. ഇത് കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. വളരെ ഹെൽത്തിയാണ്. കുറച്ചൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഫൈബർ റിച്ച് ആയിട്ടൊക്കെ ഡിന്നർ അവസാനിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ അധികം വിശക്കത്തില്ല. അപ്പം ഇന്ന് ഞാൻ ഈ റീലിൽ കാണിച്ചതെല്ലാം വളരെ ഹെൽത്തി ഓപ്ഷൻസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുവാണെങ്കിൽ റീൽ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. വെയിറ്റ് ലോസിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തോളൂ. എന്നാൽ നമുക്ക് നാളെ കാണാം അല്ലേ.